അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു ബലിപെരുന്നാൾ കൂടി നമ്മിലേക്ക് സമാഗതമായിരിക്കുകയാണ്. മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയെയും ഇണയായ ഹാജറ ബീവിയെയും മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിയെയും സ്മരിക്കുന്ന ഒരു ദിനം. അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി സർവ്വതും സമർപ്പിച്ച ഒരു കുടുംബത്തെ നാഥൻ എങ്ങനെയാണ് സ്വീകരിച്ചത് എന്ന് വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആനിൽ നമുക്ക് ചരിത്ര സംഭവങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തരുന്നു. മകനെ, ഞാനൊരു സ്വപ്നം കണ്ടിരിക്കുന്നു നിന്നെ അറുക്കുന്നതായിട്ട്. എന്താണ് നിന്റെ അഭിപ്രായമെന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകൻ ഇസ്മായിലിനോട് ചോദിക്കുമ്പോൾ, പിതാവേ, താങ്കൾ എന്താണോ കൽപ്പിക്കപ്പെട്ടത് അത് താങ്കൾ പ്രവർത്തിച്ചു കൊള്ളുക. തീർച്ചയായും ക്ഷമാലുക്കളിൽ എന്നെ കാണുവാൻ താങ്കൾക്ക് സാധിക്കും എന്ന് മകൻ ഇസ്മായിലിന്റെ മറുപടി. നമുക്കറിയാം, മരുഭൂപ്രദേശമായ മക്കയിൽ ജനവാസമില്ലാത്ത, ജലം ലഭ്യമല്ലാത്ത, ആൾതാമസമില്ലാത്ത ഒരു സ്ഥലത്ത് തന്നെയും തന്റെ കൊച്ചുമകനായ ഇസ്മായിലിനെയും തനിച്ചാക്കി യാത്ര തിരിക്കുന്ന പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയോട് താങ്കൾ യാത്ര തിരിക്കുന്നത് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണെന്ന് ചോദിച്ചപ്പോൾ അതേ എന്ന് മറുപടി കിട്ടേണ്ടെന്ന താമസം. എങ്കിൽ താങ്കൾ പോയിക്കൊള്ളുക. തീർച്ചയായും അള്ളാഹു ഞങ്ങളെ കാത്തുരക്ഷിച്ചുകൊള്ളും. ഭരമേൽപ്പിക്കുവാൻ അവനല്ലാതെ വേറെ ആരുണ്ട് എന്നുള്ള ചോദ്യമാണ് ഹാജറ ബീവി തിരിച്ച് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയോട് ചോദിക്കുന്നത്. ഒരു കുടുംബം മുഴുവൻ നാഥന് മുമ്പിൽ സമർപ്പിച്ചതിന്റെ സന്തോഷത്തിൽ എന്നോണമാണ് സംസം നമുക്ക് നൽകിയിരിക്കുന്നത്. തന്റെ മകനെ ഒരിടത്ത് കിടത്തി തന്റെ മകൻ ദാഹജലത്തിന് വേണ്ടി കഴിയുന്നത് കണ്ടപ്പോൾ ആ വേദന മുഴുവൻ നെഞ്ചിലേറ്റി സഫാ കുന്നിൽ നിന്നും മർവയിലേക്ക് ഓരോ അടി വെക്കുമ്പോഴും വേദനയോടുകൂടി ഹാജറ ബീവി ഓടുകയാണ്. തന്റെ മകന്റെ ദാഹമാണ് അവരുടെ മനസ്സ് നിറയെ. അതിനെ അനുസ്മരിച്ചിട്ടാണ് ഇന്നും കോടാനുകോടിക്കണക്കിന് ഹാജിമാർ ഹാജറ ബീവിയെ അനുസ്മരിച്ചുകൊണ്ട് ആ മാതാവിന്റെ ദുഃഖം നെഞ്ചിലേറ്റിക്കൊണ്ടാണ് സഫാ മർവ കുന്നുകൾക്കിടയിലൂടെ ഇന്നും ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ള സമ്മാനമായിരുന്നല്ലോ സംസം കിണർ. തീർച്ചയായും ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ചരിത്രത്തിൽ നമുക്കൊരുപാട് ഉൾക്കൊള്ളുവാനുണ്ട്. സർവവും അള്ളാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിച്ചാൽ അത്ഭുതങ്ങൾ സംഭവിക്കും. എങ്ങനെയാണോ നമ്രൂദിന്റെ തീ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയ്ക്ക് തണുപ്പായി തീർന്നത്, അതുപോലെ ഈ മഹാമാരിയുടെ കെട്ടകാലത്തും അഗ്നിപരീക്ഷണങ്ങൾ നാം നേരിട്ടുകൊണ്ടിരിക്കുമ്പോഴും നമ്രൂദിന്റെ തീ തണുപ്പായതുപോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയ്ക്ക് രക്ഷയായതുപോലെ നമ്മളെ ഈ അഗ്നിപരീക്ഷണത്തിൽ നിന്നും നാഥൻ രക്ഷിക്കുമാറാവട്ടെ. സർവവും അള്ളാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിക്കുകയും ധീരമായ നിലപാടിൽ എടുക്കുകയും അവ്വാമുൻ ഹലീമും എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിക്കുന്നുണ്ട്. അവ്വാമുൻ ഹലീം എന്ന് പറഞ്ഞാൽ ധാരാളമായി പ്രാർത്ഥിക്കുന്നവനും ഏറെ സഹാനുഭൂതിയുള്ളവനും എന്നർത്ഥം. ധീരമായി തന്റെ നിലപാട് പ്രഖ്യാപിക്കുമ്പോഴും അതേസമയം മറ്റുള്ളവർക്ക് വേണ്ടി ധാരാളമായി പ്രാർത്ഥിക്കുന്ന തന്റെ പിതാവിനും സന്താന പരമ്പരകൾക്കും നാടിനും വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഒരു പ്രവാചകനെ കൂടി നമുക്ക് ഈ ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. തന്റെ നാടെന്ന് പറയുമ്പോൾ സമ്പൽ സമൃദ്ധിയുള്ള നാട് മാത്രമല്ല, അമീന്, നിർഭയത്വമുള്ള റബ്ബന, അള്ളാഹുവെ, ഞങ്ങൾ ഈ നാടിനെ നീ നിർഭയത്വമുള്ള നാടാക്കി മാറ്റണമേ എന്നുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ പ്രാർത്ഥന. റബ്ബേ, ഈ പ്രദേശത്തെ, ഈ ഭൂപ്രദേശത്തെ നീ നിർഭയത്വമുള്ളതാക്കണേ. ഈ നാടിനെ നീ നിർഭയത്വമുള്ള നാടാക്കി മാറ്റണമേ. ഇതിൽ വസിക്കുന്ന ആളുകൾക്ക് നീ ഫലവർഗങ്ങൾ ധാരാളമായി നൽകുകയും ചെയ്യണമേ എന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ പ്രാർത്ഥനയാണ് ഒരു രാജ്യത്തെ കുറിച്ചുള്ള സങ്കല്പത്തെ വിശാലമായ അർത്ഥത്തിലേക്ക് വായിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. ഓർമ്മകൾ, സ്മരണകൾ ധാരാളമായി നമ്മിൽ നിന്നും ഉയരട്ടെ. ത്യാഗസമർപ്പണത്തോടുകൂടി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയെയും കുടുംബത്തെയും അനുസ്മരിച്ചുകൊണ്ട് ആ ബലിദാനത്തെ അള്ളാഹു സ്വീകരിച്ചതുപോലെ നമ്മുടെ എല്ലാ കർമ്മങ്ങളെയും നാഥൻ സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.